പത്തനംതിട്ട ഏഴംകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർമ്മാണം ആരംഭിച്ച ഫ്ളാറ്റ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് 2020 ഉദ്ഘാടനം ചെയ്ത ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇഴഞ്ഞു നീങ്ങി ഒടുവിൽ പൂർണ്ണമായും നിലച്ചത്. നാട്ടുകാരുടെ കൺമുന്നിൽ കാട് കയറി നശിക്കുന്ന ഈ നിർമ്മിതി ഇപ്പോൾ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയാണ്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിട്ടും പദ്ധതിയോടുള്ള അവഗണന കാണിക്കുന്നതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പത്തനംതിട്ട ഏഴംകുളം പഞ്ചായത്തിലെ ഏനാത്ത് ഭൂരഹിതരായ 54 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് 7.27 കോടി രൂപ ചെലവിൽ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത്. 92 സെന്റ് സ്ഥലത്ത് ലൈറ്റ് വെയ്റ്റ് ഫ്രെയിം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പണിയാനിരുന്ന പദ്ധതി 2020 സെപ്റ്റംബർ 24 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. 6 മാസത്തിനകം പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കെട്ടിടത്തിന്റെ പകുതി പണി പോലും പൂർത്തിയായിട്ടില്ല. രണ്ടാമത്തെ കെട്ടിടത്തിന്റെ കാര്യമാകട്ടെ അടിത്തറ നിർമ്മാണത്തിൽ ഒതുങ്ങി. നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന അഹമ്മദാബാദ് ആസ്ഥാനമായ കമ്പനി ജോലി ഉപേക്ഷിച്ച് തിരികെ പോവുകയും ചെയ്തു. നിലവിൽ പ്രദേശം കാടും മൂടിക്കിടക്കുകയാണ്. 6 മാസം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കണം എന്നായിരുന്നു ഉടമ്പടി. ഇപ്പോൾ ഏകദേശം 5 വർഷം കഴിഞ്ഞു, ഇതുവരെ പദ്ധതി എങ്ങുമായിട്ടില്ല. ഈ കോവിഡ് സമയത്ത് സാധനത്തിന്റെ ലഭ്യതക്കുറവ് വന്നു. അപ്പോൾ ഇവര് റേറ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കൂട്ടണമെന്നുള്ള ഒരു ആവശ്യം സർക്കാരിന് ഉന്നയിച്ചു. പക്ഷെ അത് ഇതുവരെ അവർ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഇത് അടിയന്തരമായിട്ട് ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇത് ഭവനം പൂർത്തീകരിച്ചുകൊണ്ട് അവർക്ക് തലചായ്ക്കാൻ ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരുകളോടും പഞ്ചായത്തിനോടും ആവശ്യപ്പെടാനുള്ളത്. LDF സർക്കാർ മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും പദ്ധതി പൂർത്തിയാകുമോ എന്ന ഗുണഭോക്താക്കളുടെ ആശങ്കയ്ക്ക് മാറ്റമില്ല. എന്നാൽ ഇതിനകം ഗുണഭോക്താക്കളിൽ ചിലർക്ക് മറ്റ് സ്ഥലങ്ങളിൽ ലൈഫ് പദ്ധതിയുടെ വീട് അനുവദിച്ചു എന്നത് മാത്രമാണ് ആശ്വാസം. കഴിഞ്ഞ ഒരു വർഷവുമായിട്ട് ഇതിന്റെ യാതൊരു പ്രവൃത്തികളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല. ആദ്യത്തെ ബ്ലോക്കിന്റെ പകുതിയിൽ നിൽക്കുന്നു. രണ്ടാമത്തെ ബ്ലോക്കിന്റെ ബേസ്മെന്റ് മാത്രമാണ് കെട്ടിയിട്ടിട്ടുള്ളത്. അങ്ങനെ ഏതാണ്ട് 52 കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മാണം ആരംഭിച്ച ഈ ഫ്ളാറ്റ് സമുച്ചയം ആ നിലയിൽ ഇന്ന് നിങ്ങൾ കാണുന്ന നിലയിൽ നിൽക്കുന്നു. അതിനകത്ത് നിരവധി പേർക്ക് അതിന് അപേക്ഷിച്ച പഞ്ചായത്തിൽ 48 ഗുണഭോക്താക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പകുതിയിലേറെ പേരും മറ്റ് രീതിയിൽ അവർ സ്ഥലം കണ്ടെത്തി, ലൈഫ് മിഷനിലൂടെ തന്നെ സ്വന്തമായിട്ട് സ്ഥലം കണ്ടെത്തി അവിടെ വീട് കിട്ടി കുറെ പേർ പോയി. പകൽ സമയങ്ങളിൽ വിജനമായി കിടക്കുന്ന ഈ പ്രദേശം രാത്രിയാകുന്നതോടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതായും പരാതിയുണ്ട്. 6 മാസം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞു തുടങ്ങിയ സർക്കാർ പദ്ധതിയാണ് ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ഇങ്ങനെ കാട് കയറി നശിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വേഗത പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത സർക്കാർ പദ്ധതികളിൽ ഒന്ന് മാത്രമായി ഇത് മാറുമോ, അതോ അർഹരായ കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടം ലഭ്യമാകുമോ എന്ന ചോദ്യം മാത്രമാണ് ഇനി ബാക്കി. ക്യാമറമാൻ രതീഷ് മഡ്മിഷേലിനും സഞ്ജീവിനുമൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.